പ്രദീപ് വാ വാ വാ. ഗുഡ് ഈവനിങ്. പ്രദീപ് എന്താ ടേസ്റ്റ് മീൻകറിക്ക്? താങ്ക് യു. അടിപൊളി മീൻകറി കേട്ടാ, സൂപ്പർ ആയിരിക്കുന്നു. നിങ്ങളെല്ലാരും വന്നിട്ട് ഈ മീൻകറി മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. സ്പെഷ്യൽ ആയിട്ട് ഞാൻ പറയുന്നത്, ബാക്കിയൊന്നും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷെ സൂപ്പർ ആയിരിക്കും കേട്ടോ. നമ്മുടെ നാട്ടിൽ അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ആ ഒരു രുചിയാണ്. ഒരു ദിവസം മുമ്പേ പറ്റിച്ചു വയ്ക്കും, ചുമ്മാ അല്ല. ഇത് നമ്മൾ ഇവിടെ തന്നെ ബേക്ക് ചെയ്ത കേക്കാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മൾ തന്നെ ബേക്ക് ചെയ്തെടുത്തതാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കിയ മുന്തിരിച്ചാറ്, ഇത് കുഞ്ഞുള്ളി സൂപ്പ്, മട്ടൻ പായ സൂപ്പ്, നസ്രാണ സദ്യയിലെ 2 സ്പെഷ്യൽ സൂപ്പുകൾ, കോഴിക്കാല് പൊരിച്ചത്, ബീഫ് കട്ട്ലറ്റും ചള്ളാസും. കറിമറിയുടെ ക്രിസ്മസ് സ്പെഷ്യൽസ് ആണ് കേട്ടോ. അവർക്ക് ഡിസംബർ 25-ാം തീയതി ഒരു നസ്രാണി സദ്യ ഉണ്ട്, ഉച്ചയ്ക്കുണ്ട് വൈകിട്ടുണ്ട്. അതിൻ്റെ ഡിഷസ് ആണ്, തീർന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഏതാണ്ട് 10-60 ഐറ്റംസ് ഉണ്ട്. ബീഫ് കോക്കൺ ഫ്രൈ, പിടിയും നാടൻ കോഴിക്കറി. പിടിയും കോഴിക്കറി ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ? നല്ല ജീരകമൊക്കെ ഇട്ട പിടി. മട്ടൻ മപ്പാസ്, താറാവ് റോസ്റ്റ്, നല്ല സവാളയൊക്കെ അരിഞ്ഞിട്ടിട്ടുള്ള കപ്പ ബിരിയാണി, കുത്തരി ചോറ്, നല്ല നെയ്മീൻ വറ്റിച്ചത്, മുളകിട്ട് വറ്റിച്ചത്, അങ്കമാലി മാങ്ങാ കൂട്ടാൻ, നല്ല മാങ്ങയും മുരിങ്ങക്കയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള അങ്കമാലി മാങ്ങാ കൂട്ടാൻ, കല്ലപ്പം, വട്ടയപ്പം, ലൈവ് അപ്പവും നല്ല കളർഫുൾ പുട്ടും, സ്ട്രോബെറി മൂസ്. ഡിസംബർ 25 ക്രിസ്മസിന്റെ നസ്രാണി സദ്യയുടെ ഐറ്റംസ് ആണ്, സ്പെഷ്യൽ ഐറ്റംസ് ആണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഇത് കറിമറിയയിലാണ്. കറിമറിയുടെ ഒരു നോർമൽ ബുഫേ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ബുഫയുടെ കൂടെ ആയിരിക്കും ഇത് ഇത്രയും സ്പെഷ്യൽ ഡിഷസ് ക്രിസ്മസിൻ്റെ അന്ന് ഉച്ചയ്ക്കും രാത്രിയിലും വിളമ്പുന്നത് കേട്ടോ. ഇത്ര അധികം വിഭവങ്ങളുണ്ടെങ്കിൽ എൻ്റെ കൈ പോകുന്നത് ചോറിലും മീൻകറിയിലും ആയിരിക്കും കേട്ടോ. റോണി ഇതൊന്ന് പിടിച്ചോ. ഈ മീൻകറി കണ്ടിട്ടുണ്ടല്ലോ, നല്ല നല്ല മുളകിട്ട പുളിയിട്ട, നാവിൽ വെള്ളം വരുന്നത് പറഞ്ഞപ്പോൾ തന്നെ. ഒന്നൊന്നര മീൻകറി കേട്ടോ ഇത്. വറ്റിച്ചെടുത്ത മീൻകറി, നല്ല പുളിയും മുളകും ഒക്കെ ഇട്ടിട്ടുള്ള അടിപൊളി മീൻകറി. ഇത്രയും സദ്യയുണ്ടല്ലോ, നമ്മുടെ നോർമൽ ബുഫയുടെ കൂടെയാണ് ഈ സ്പെഷ്യൽസ് ഒക്കെ വരുന്നത്. ഇതിനെല്ലാത്തിനും കൂടെ ചേർത്ത് 49 ദിറംസേ ഉള്ളൂ. 60ഓളം ഐറ്റംസും ഉണ്ട്. നമുക്ക് ലാവിഷായിട്ട് അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം. ഇപ്പോൾ DSF പ്രമാണിച്ച് കറിമറിയുടെ ആ ഒരു ബേസിക് ബുഫേ ഉണ്ടല്ലോ, നമ്മളൊക്കെ കഴിച്ച ആ ബുഫേ വീണ്ടും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 30 ദിറംസാണ് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ. വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ 35 ദിറംസാണ്. താണ്ടോ 50-ലധികം ഐറ്റംസിനെ കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മളിതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. നിങ്ങളിതൊക്കെ ഒരുപാട് പേര് വന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ ബുഫയുടെ കൂടെയാണ് നമ്മൾ നേരത്തെ കാണിച്ച ക്രിസ്മസിന്റെ വിഭവങ്ങളിലെ സ്പെഷ്യൽ ഡിഷസ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 60-65ഓളം വിഭവങ്ങളാണ് ക്രിസ്മസിന്റെ അന്ന് ഉച്ചയ്ക്കും വൈകുന്നേരവും ഇവർ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ ഈ ക്രിസ്മസിന്റെ അന്നുള്ള ഈ നസ്രാണി സദ്യയില്ലേ, ഇതേ സദ്യ നിങ്ങൾക്ക് വേണമെങ്കിൽ ജനുവരി 1-ാം തീയതി വന്ന് കഴിക്കാം. അത് ഉച്ചയ്ക്കും വൈകുന്നേരം ഉണ്ടാവും. പിന്നെ ഡിസംബർ 31-ാം തീയതി രാത്രിയിൽ ഒരു സ്പെഷ്യൽ ന്യൂ ഇയർ ഡിന്നർ ഉണ്ടാവും. അത് ഏതാണ്ട് ഒരു 70-75ഓളം ഐറ്റംസ് ഉണ്ട്. 79 ദിറംസ് ആയിരിക്കും അതിന്റെ പ്രൈസ്. അപ്പോൾ ഇതവണത്തെ ക്രിസ്മസ് ഗംഭീരമാക്കാം കേട്ടോ. എല്ലാവരും ഇവിടെ വന്നിട്ട് ഇവരുടെ ഈ സദ്യ ഒന്ന് കഴിച്ചു നോക്കും. ഞാൻ 100% ഗ്യാരണ്ടി പറയാണ്. കാര്യം ആ മീൻകറി കഴിച്ചപ്പോൾ തന്നെ എന്തൊരു ടേസ്റ്റ് എന്നറിയാമോ. അവരുടെ വിഭവങ്ങളൊക്കെ സൂപ്പർബാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഈ എഴുതി കാണിക്കുന്ന നമ്പറിലെ അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഹലോ, എന്താ പരിപാടി? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ അപ്പം ഉണ്ടാക്കിയപ്പോൾ കരിഞ്ഞു പോയെന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് പേര് കളിയാക്കി. യൂജിൻ ബൈ ഇത്തവണ ഞാൻ നല്ല കൃത്യമായിട്ടുള്ള അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. ഉണ്ടോ? ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം ചട്ടി ചൂടായി പോയത് കൊണ്ടാണ് കരിഞ്ഞു പോയത്, അല്ലേ യൂജിൻ ബൈ? അല്ലേ? ഇതിന്റെ കണ്ടോ തവണ ഉണ്ടോ? കഴിഞ്ഞോ? ഇല്ല. ഉണ്ടോ?